സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തെഴുതി. അതിനിടെ തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി റദ്ദാക്കി. തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാറാണ് ജെഎൻയു റദ്ദാക്കിയത്. ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, സർവകലാശാല തലത്തിലുള്ള ഉടമ്പടികളും റദ്ദ് ചെയ്യപ്പെടുന്നു. ഈ യുദ്ധസമയത്ത്, ഈ സംഘർഷ സമയത്ത് തുർക്കി നമ്മളെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ അവർ സഹായിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ സഹായങ്ങളൊക്കെ ആവശ്യമുള്ളപ്പോൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പാകിസ്ഥാൻ ഒരു അഭ്യർത്ഥന ഇന്ത്യയോട് നടത്തിയിരിക്കുകയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ, അത് നടന്ന തൊട്ടടുത്ത ദിവസമാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത്. അതായത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ഈ നദീജലം നൽകാനാകില്ല എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതും ഭീകരവാദം എന്ന് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ ഈ മരവിപ്പിച്ചിരിക്കുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പിൻവലിക്കൂ എന്നതാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം. അതോടുകൂടി ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിന്ധ് മേഖലകളിൽ വരൾച്ച നേരിടുന്നുണ്ട്, അവിടെ ജലദൌർലഭ്യം നേരിടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കത്ത് ഔദ്യോഗികമായി ഇന്ത്യക്ക് പാകിസ്ഥാൻ അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണം. സിന്ധ് മേഖലയിൽ മരുഭൂമിയായി ആ മേഖല മാറുകയാണ്. ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ തുർക്കി ഇനോനു സർവകലാശാലയുമായുള്ള കരാർ ജെഎൻയു റദ്ദാക്കിയിരിക്കുകയാണ്. ഈ ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ആ തീരുമാനം. രാഷ്ട്രത്തോടൊപ്പം തങ്ങളും നിലകൊള്ളുന്നു എന്നായിരുന്നു ജെഎൻയു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന. ഈ 2025 ഫെബ്രുവരിയിലാണ് ഈ തുർക്കി ഇനോനുവുമായി ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നത്. 2028 വരെയായിരുന്നു ആ കരാർ. പക്ഷെ എന്തായാലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആ കരാർ ഇപ്പോൾ ജെഎൻയു അനിശ്ചിതകാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നത്. താൽക്കാലിക റദ്ദാക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് രാവിലെ പല തുർക്കി വാർത്താ ഏജൻസികളെ അവരെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ അത് എല്ലാം പരിശോധിച്ചുകൊണ്ട് ആ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാം ദേശീയ സുരക്ഷയുടെ ഭാഗമായാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. SK